വയനാട് ചുരം കയറി ലക്കിടിയിലെത്തുമ്പോൾ റോഡരികിൽ വലിയൊരു മരത്തിൽ തുരുമ്പിച്ച ഒരു ഇരുമ്പ് ചങ്ങല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലരും വിചാരിക്കുന്നത് അതൊരു സാധാരണ കാഴ്ചയാണെന്നാണ്. പക്ഷേ ആ ചങ്ങല ബന്ധിച്ചിരിക്കുന്നത് വെറുമൊരു മരത്തെയല്ല, ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ചതിയുടെ രക്തം പുരണ്ട ഓർമ്മയെയാണ്. 1700കളുടെ കാലഘട്ടം. വയനാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ കൊള്ളയടിക്കാൻ വന്ന ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ വലിയൊരു വെല്ലുവിളിയുണ്ടായിരുന്നു. അടിവാരത്ത് നിന്ന് വയനാട്ടിലേക്ക് എത്താൻ എളുപ്പമുള്ള ഒരു വഴിയുണ്ടായിരുന്നില്ല. കൊടും കാടും ചെങ്കുത്തായ മലനിരകളും മാത്രം. ആ കാടിന്റെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരേയൊരു മനുഷ്യനെ അന്നുണ്ടായിരുന്നുള്ളൂ. പണിയ സമുദായത്തിലെ കാരണവർ കരിന്തണ്ടൻ. കാട്ടാനകൾ പോലും കരിന്തണ്ടന് വഴിമാറിക്കൊടുക്കുമായിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത്. ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ കരിന്തണ്ടനെ സമീപിച്ചു. എനിക്ക് മല കയറാൻ വഴി കാട്ടിത്തരണം. നിഷ്കളങ്കനായ കരിന്തണ്ടൻ അത് സമ്മതിച്ചു. കാട്ടുവള്ളികൾ വകഞ്ഞുമാറ്റി പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഇന്നത്തെ താമരശ്ശേരി ചുരത്തിന്റെ പാത കരിന്തണ്ടൻ ആ സായിപ്പിന് കാണിച്ചു കൊടുത്തു. അവർ മല കയറി ലക്കിടിയിലെത്തി. താഴേക്ക് നോക്കിയ സായിപ്പ് അമ്പരന്നുപോയി. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇങ്ങനെയൊരു പാത. പക്ഷേ ആ നിമിഷം സായിപ്പിന്റെ മനസ്സിൽ നന്ദിയല്ല, മറിച്ച് കൊടും ക്രൂരതയാണ് തോന്നിയത്. ഈ വഴി കണ്ടുപിടിച്ചതിന്റെ ക്രെഡിറ്റ് എനിക്ക് മാത്രം വേണം. ചരിത്രത്തിൽ എൻ്റെ പേര് മാത്രമേ ഉണ്ടാകാവൂ. അതിന് ഈ കാട്ടുവാസി ജീവിച്ചിരുന്നാൽ നടക്കില്ല. സായിപ്പ് തോക്കെടുത്തു. കരിന്തണ്ടൻ ഒന്നും അറിഞ്ഞില്ല. പിന്നിൽ നിന്നൊരു വെവടിയൊച്ച മാത്രം. വയനാടിന് വഴി കാട്ടിക്കൊടുത്ത ആ നായകൻ ചോരയിൽ കുളിച്ച് മണ്ണിലേക്ക് വീണു. സായിപ്പ് കരുതിയത് അതോടെ എല്ലാം അവസാനിച്ചുവെന്നാണ്. കരിന്തണ്ടന്റെ ശരീരം അവിടെ ഉപേക്ഷിച്ച് അയാൾ പോയി. പക്ഷേ കാട് അത് മറന്നില്ല. കരിന്തണ്ടൻ മരിച്ചിരുന്നില്ല, മറ്റൊരു രൂപത്തിൽ തിരിച്ചു വരാൻ പോവുകയായിരുന്നു. സായിപ്പ് കരുതിയത് എല്ലാം അവസാനിച്ചുവെന്നാണ്. പക്ഷേ കാടിന് പകരം ചോദിക്കാനറിയാം. അടുത്ത ഭാഗം മിസ്സാക്കരുത്. സപ്പോർട്ട് ചെയ്യൂ. പണ്ട് പറഞ്ഞു കേട്ട കഥ.